ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരുമിച്ച് ഓഫുള്ളൊരു ദിവസമായിരുന്നു. സോ ഞങ്ങൾ രാവിലെ തന്നെ ടൗണിലോട്ടൊന്ന് പോകാനായിട്ട് തീരുമാനിച്ചു. ഷോപ്പിങ്ങിനായിട്ട് സ്കൂളൊക്കെ തുറന്നു. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് സ്നാക്ക് ഐറ്റംസ് എല്ലാം വേണം. അപ്പോൾ ആദ്യമേ ഞങ്ങൾ ബേക്കറി സെക്ഷനിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ അവിടെ നല്ല ഫ്രഷ്ലി ബേക്ക്ഡ് ആയിട്ടുള്ള കൊസോൺസും ഡോണറ്റ്സും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ബൺസും എല്ലാം ഉണ്ടായിരുന്നു. ഈ ഒരു യെല്ലോ തിങ് എന്തോ ഒരു ആപ്രിക്കോട്ടിൻ്റെ അപ്സൈഡ് ഡൗൺ കേക്കോ അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ പേര്. ഈ പിങ്ക് വണ്ണിൻ്റെ പേര് ഫോറസ്റ്റ് ബെറി ബ്രെയ്ഡ്സ് എന്നായിരുന്നു. അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ അതിലൊന്ന് രണ്ട് ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിച്ചു. അതിനൊക്കെ ഏകദേശം ഒരു €2 95 അത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റേറ്റ്. ഡോണറ്റ്സ് വെച്ചേക്കുന്നുണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എൻ്റെ മോളുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ ഡോണറ്റ്സ്, എസ്പെഷ്യലി പിങ്ക് വൺ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബാക്കിയുള്ള ഗ്രോസറി എല്ലാം മേടിക്കാൻ പോയപ്പോഴാണ് ഇത് ഞാൻ കണ്ടത്. ഇത് എഗ് വൈറ്റ് ആണ് കേട്ടോ, ജസ്റ്റ് എഗ് വൈറ്റ് മാത്രം ബോട്ടിലിൽ. പിന്നെ ഞങ്ങൾ നമ്മുടെ ഗരം മസാല കണ്ടു അവിടെ. ഏകദേശം €4 ഉണ്ടായിരുന്നു ഗരം മസാല. സോ നമ്മൾ വാങ്ങിയില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് വീഡിയോ എടുത്തതാണ്. പിന്നെ അവിടെ ഗാർലിക് ഡിപ്പ്, ഇങ്ങനെ അവക്കാഡോ, സ്മാഷ്ഡ് അവക്കാഡോ, പിന്നെ നമ്മുടെ ഹുമസ്, പിന്നെ അങ്ങനെ കുറേ അവക്കാഡോ ജലപ്പനോ സ്പ്രെഡ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നമുക്ക് സാലഡിനൊക്കെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ ഫിഷിൻ്റെ ഏരിയയിലോട്ട് പോയി. അവിടെ യൂഷ്വലി ഇവിടെ അയർലൻഡിൽ കിട്ടുന്നത് നമുക്ക് സാൽമൺ, കോഡ് അങ്ങനെയൊക്കെയുള്ള ഫിഷാണ് കൂടുതലും അവൈലബിൾ. നമ്മുടെ നാട്ടിൽ ഫിഷും കിട്ടും കേട്ടോ, പക്ഷേ കുറച്ചുകൂടെ കോമൺ സാൽമണാണ്. ഈ സാൽമണൊന്നും കടലിൽ നിന്ന് ഡയറക്റ്റ് പിടിച്ചുകൊണ്ട് വരുന്നതല്ല, ഫാമിൽ വളർത്തിയ സാൽമണാണ്. പിന്നെ സീബ്രീം, സീബാസ്, പിന്നെ നമ്മുടെ നാട്ടിലെ കൂന്തൽ, സ്ക്വിഡ് ഉണ്ടായിരുന്നു, പ്രോൺസ് ഉണ്ടായിരുന്നു. അതായിരിക്കുന്ന മീൻ കണ്ടോ, നമ്മുടെ ചാള പോലെയില്ലേ, പക്ഷെ ചാളയൊന്നുമല്ല. അതിൻ്റെ പേര് ചോദിച്ചപ്പോൾ വേറെ എന്തോ പറഞ്ഞു. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടും അത് വേറെന്തോ ഒരു മീനായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ കുറേയൊക്കെ ഇതുപോലെ അവരുടേതായൊരു മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫിഷൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾക്ക് വിശന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ കയറി. ഞാനൊരു ഹോട്ട് ചോക്ലേറ്റ് പറഞ്ഞു. ഇവിടുത്തെ തണുപ്പിന് വളരെ നല്ലതാണ് കേട്ടോ ഹോട്ട് ചോക്ലേറ്റ്. ഇവിടുത്തെ ഒരു എസ്പെഷ്യലി വിൻ്ററിൽ എല്ലാവരുടെ ഒരു ഫേവറേറ്റ് ഡ്രിങ്കാണ്. ഹസ്ബൻഡ് ഒരു മോക്കയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. ഒരു നൈസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ, നമ്മൾ കയറിയ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയുള്ള. അങ്ങനെ ഞങ്ങളുടെ കോഫിയും ഹോട്ട് ചോക്ലേറ്റൊക്കെ വന്നു. പിന്നെ ഒരു പിസ്സ പറഞ്ഞു. അപ്പോൾ അതെല്ലാം എൻജോയ് ചെയ്തു. അതിൻ്റെ കൂടെ ചിപ്സ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ചിപ്സായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് ചില്ല് ചെയ്തു. അപ്പോഴാണ് ഞാൻ അവിടെ ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷൻ പോലെ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം കണ്ടത്. നമ്മുടെ ചാക്ക് കെട്ടിയിട്ടിരിക്കുന്നു, കൊള്ളാമല്ലേ. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അടുത്ത വേറൊരു കണ്ട സാധനം ഈ ഒരു സാധനമാണ് കേട്ടോ. ഇതൊരു സ്റ്റാഫ് അപ്രിഷിയേഷൻ ബെല്ലാണ്. നമുക്ക് അവിടുത്തെ സർവീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ആ ബെല്ല് ഡിങ് ചെയ്യാം. അതൊരു പുതിയ സംഭവമാണ്, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. ബായ്.